ഇന്ത്യയുടെ പ്രധാന യുദ്ധ ടാങ്കാണ് T-19 ഭീഷ്മ. രാജ്യത്തിന്റെ കവചിത സേനയുടെ നിർണായകമായ ഭാഗം തന്നെയാണ് T-19. 1100-ലധികം റഷ്യൻ ഉത്ഭവ T-19 ടാങ്കുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ T-19 ടാങ്കുകൾക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന അണ്ടർ വാട്ടർ പ്രവർത്തനശേഷി നൽകിക്കൊണ്ട് ഒരു തകർപ്പൻ രീതിയിൽ DRDO ഇപ്പോൾ നവീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാന യുദ്ധ ടാങ്കായ T-19 ഭീഷ്മ ഒരു മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ തകർപ്പൻ ശേഷിയാണ് DRDO ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് DRDO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന നൂതന ഉപകരണങ്ങൾ ടാങ്ക് ക്രൂവിന്റെ വാഹനം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയാലും പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി നിലനിർത്താനുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തികളിൽ T-19 ടാങ്കുകൾ ഒരു നിർണായകമായ ആവശ്യകതയാണ്. ഈ അതിർത്തികളിൽ ഇത് നാവിഗേറ്റ് ചെയ്യാനും നദികൾ മുറിച്ചു കടക്കാനുമുള്ള കഴിവ് ഈ മെച്ചപ്പെടുത്തൽ വഴി T-19 ടാങ്കുകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ T-19 ടാങ്ക് എന്ന് പറയുന്നത് നദികളിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് അന്തർലീനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാലും ഇതിലെ ഒരു പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഇതിന്റെ ക്രൂവിന്റെ സുരക്ഷയും പ്രവർത്തന ഫലപ്രാപ്തിയുമാണ്. 4 മുതൽ 5 വരെ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതിലെ ക്രൂ. ഈ ടാങ്ക് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ നിർണായകമായ വെല്ലുവിളിയെ നേരിടുന്നതിനായി പുതുതായി വികസിപ്പിച്ചെടുത്ത DRDO സംവിധാനം 5 മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ക്രൂവിന് സുഗമമായി ശ്വസിക്കാനും 1 മണിക്കൂർ വരെ ഫലപ്രദമായി പ്രവർത്തിക്കാനും സാധ്യമാക്കുന്നു. ഇത് T-19 ടാങ്കുകൾക്ക് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെയോ ടാങ്കിന്റെ യുദ്ധസന്നദ്ധതയോ ബാധിക്കാതെ നദി മുറിച്ചു കടക്കാനും സാധിക്കും. പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പോലും ടാങ്കിന്റെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും ക്രൂവിന് കഴിയും. ഇതുവഴി വൈവിധ്യമാർന്നതും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിൽ ഇതിന്റെ പോരാട്ട പങ്ക് ഇപ്പോൾ ശക്തിപ്പെടുത്തുകയാണ്. ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കത്തക്ക രീതിയിൽ DRDO ഇപ്പോൾ T-19 ഭീഷ്മയെ സജ്ജമാക്കി എടുത്തിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. അഹമ്മദ് നഗറിലും മുണ്ടക്കിലും ഉൾപ്പെടെ ഒന്നിലധികം പരീക്ഷണ സൗകര്യങ്ങളിൽ നൂതന ഉപകരണങ്ങൾ കർശനമായ വിലയിരുത്തലുകൾ വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പരമ്പര ഉൽപാദനത്തിനായി സാങ്കേതിക വിദ്യ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് കൈമാറി കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യം ഈ സുപ്രധാന സംവിധാനം 2 ഘട്ടങ്ങളിലായിട്ടാണ് സ്വന്തമാക്കാൻ പദ്ധതിയിടുന്നത്. DRDOയുടെ ഈ നവീകരണം 2 നിർണായക നേട്ടങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്നാമതായി, വാട്ടർ ക്രോസിംഗ് ഓപ്പറേഷനിൽ ടാങ്ക് വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ അവരുടെ അതിജീവനവും പ്രവർത്തനശേഷിയും ഉറപ്പാക്കുന്നതിലൂടെ ഇത് ക്രൂ സുരക്ഷയെ വളരെയധികം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുവഴി അന്തർലീനമായ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നു. രണ്ടാമതായി, വെള്ളത്തിനടിയിൽ നിന്ന് ടാങ്ക് തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നതിലൂടെയും വെല്ലുവിളി നിറഞ്ഞ യുദ്ധക്കള പരിതസ്ഥിതികളിൽ അതിന്റെ ഫലപ്രാപ്തി നിലനിർത്തുന്നതിലൂടെയും ഇത് T-19 മൊത്തത്തിലുള്ള പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി, പ്രത്യേകിച്ച് അതിന്റെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ സൈനിക നീക്കങ്ങൾക്കിടയിൽ ടാങ്ക് നീക്കത്തിന് പലപ്പോഴും പ്രവർത്തന വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ T-19 ഭീഷ്മ ടാങ്കിന്റെ നവീകരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നേട്ടം തന്നെയാണ്. ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ DRDOയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും പങ്ക് ഈ നവീകരണത്തിലൂടെ വലിയൊരു നേട്ടമാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.